എൻ്റെ പേര് ആര്യ വിജയൻ. ഞാൻ കൊല്ലം സ്വദേശിയാണ്. 2016 കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് കംപ്ലീറ്റ് ചെയ്തു. 2019 മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എംടെക് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നിലവിൽ ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാം. ബിടെക് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി എന്നുള്ള രീതിയിലാണ് മുംബൈയിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്. അവിടെ പക്ഷേ എംടെക്കിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ ജോലി ഒന്ന് മാറ്റി വെച്ചിട്ട് എംടെക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എംടെക് പഠിച്ച കോളേജിൽ തന്നെ അത് കഴിഞ്ഞ് ഒരു ടീച്ചിങ് ജോബിലോട്ട് ഷിഫ്റ്റ് ആവുകയായിരുന്നു ചെയ്തത്. ആ സമയത്തൊന്നും ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് മൈൻഡിലുണ്ടായിരുന്നില്ല. ഒരു പ്രൈവറ്റ് ഫീൽഡിലോട്ട് പോവുക, ഒരു ടീച്ചിങ് പ്രൊഫഷനിലോട്ട് പോവുക എന്ന് ചിന്തിച്ചിട്ട് എംടെക്കിന് ജോയിൻ ചെയ്യുകയും ടീച്ചിങ് ജോബിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ടീച്ചിങ് ജോബ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് എന്ന സിറ്റുവേഷൻ വരികയും നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം വന്നു. നാട്ടിൽ വന്ന് ഷിഫ്റ്റായി വന്നതിന് ശേഷം ഞാൻ PSC എക്സാംസിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്തൊരു കോച്ചിങ് വേണമെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് എൻ്റെതായിട്ടുള്ള രീതിയിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തു, പഴയ എക്സാംസിനായിരുന്നു അങ്ങനെ കുറച്ച് പഠിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് എന്താണ് എക്സാം എന്നോ എന്താണ് PSC എക്സാം എന്നോ ഉള്ള നോളജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓവർസിയർ എക്സാംസിന് വേണ്ടി ട്രൈ ചെയ്ത് തുടങ്ങി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എഴുതി. കുറച്ച് PSC എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലേക്ക് കയറാൻ തുടങ്ങി. അതിനെക്കുറിച്ച് അറിഞ്ഞു. 2-3 ഓവർസിയർ എക്സാംസിന്റെ ലിസ്റ്റ് വന്നപ്പോൾ കുറച്ചുകൂടി ട്രൈ ചെയ്താൽ കുറച്ചുകൂടി മുന്നോട്ട് വരാമെന്നുള്ള ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് PCB സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ പക്ഷെ ഞാൻ ഒരു കോച്ചിങ് സെന്ററിന്റെ ഹെൽപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ പഠിക്കണമെന്നുള്ള ഗൈഡ് ലൈൻസ് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ PCB ഞാൻ കൂടുതലും സ്വയം പഠിച്ചു. സിലബസ് എടുത്ത് യൂട്യൂബിലെ വീഡിയോസ് ഉള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പഠിച്ചത്. പക്ഷെ എക്സാം എഴുതി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒരു പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഉണ്ടായിരുന്നില്ല, ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ എൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു. പഠിച്ചത് പലതും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരു പ്രാക്ടീസിൻ്റെയും റിവിഷൻ്റെയും കുറവ് കാരണം. അതുകൊണ്ട് ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തു, ഈ ഒരു എക്സാം എഴുതുവാണെങ്കിൽ ഞാനൊരു കോച്ചിങ് സെന്ററിൽ പോയി പ്രോപ്പറായിട്ടൊരു ഗൈഡ് ലൈൻസ് എടുത്തിട്ട് മാത്രമേ അടുത്ത എക്സാമിലേക്ക് പോകുള്ളൂ എന്ന്. ആ PCBയുടെ എക്സാം എഴുതി ഞാൻ വണ്ടിയിൽ കയറാൻ വന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ബ്രോഷർ ഇരിക്കും. അന്നാണ് ഞാൻ ടെക് ഹബിനെ കുറിച്ച് അറിയുന്നത്. അതിൽ ഞാൻ PCBയിൽ ഞാൻ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ ഞാൻ മെക്കാനിക്കലിൻ്റെ ക്ലാസ്സസ്, റിയാസ് സാറിൻ്റെ ക്ലാസ്സസും കെമിക്കലിൻ്റെ ജോസാറിൻ്റെ ക്ലാസ്സും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബ്രൗഷർ കൈ കിട്ടിയപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ടെക് ഹബിൻ്റെ ബ്രൗഷറിനകത്ത് റിയാസ് സാറിൻ്റെയും ജോസാറിൻ്റെയും ഫോട്ടോ കണ്ടു. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു, അതും കൊല്ലത്ത് ഓഫ്ലൈൻ ക്ലാസ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഓൺലൈൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ്ലൈൻ തന്നെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കൊല്ലം ആയതുകൊണ്ട് തന്നെ സാറുമാരുടെ ഫോട്ടോസ് കൂടി കണ്ടപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ റിയാസ് സാറിനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ PCB എക്സാം ജൂൺ ലാസ്റ്റ് ആയിരുന്നു. ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ ടെക് ഹബിൽ വന്ന് ജോയിൻ ചെയ്തു. ഞാൻ ടെക് ഹബിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ പഴയ സിലബസ് അനുസരിച്ച് ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തെർമോഡൈനാമിക്സ് ആദ്യത്തെ സിലബസ് അനുസരിച്ച് അതായിരുന്നു പോർഷൻസ്. അത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പെട്ടെന്നൊരു സിലബസ് ചേഞ്ച് വന്ന് പെട്ടെന്ന് തന്നെ ഒരു October 15 എന്ന് പറയുന്ന ഒരു എക്സാം ഡേറ്റ് വന്നു. അപ്പോൾ ആ ഒരു ഷോർട്ട് പീരീഡിൽ എങ്ങനെ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഒരു കെമിക്കൽ പോർഷൻസ് കൂടെ വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ട് വന്നു. സിവിൽ പോർഷൻസ് പിന്നെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആയ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു. അതുപോലെ ടീച്ചിങ് ഫീൽഡിലായതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്ട്സിൻ്റെ ടച്ച് എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മെക്കാനിക്കലും കെമിക്കലും ആ ഒരു ഷോർട്ട് പീരീഡിൽ എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ടെക് ഹബ് ആ ഒരു ഫസ്റ്റ് ബാച്ച് ആയിരുന്നു KWAക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓഫ്ലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ, ഓഫ്ലൈൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്സ് എടുത്തു. നമുക്ക് പഠിപ്പിക്കാനും എക്സാംസ് എഴുതാനും ആയിട്ട് ഒരുപാട് എഫേർട്സ് എടുത്തു. പിന്നെ ഒരു October 15 എന്നുള്ള ഡേറ്റ് പിന്നെ നവംബറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി ടൈം കിട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും ആ നവംബർ എന്നുള്ളത് ഡേറ്റ് ഡിസംബറിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ നവംബറിൽ തന്നെ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഡിസംബർ ഫുൾ മന്ത് റിവിഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഒരു എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 2 കാര്യങ്ങൾ, നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, അത് എത്ര റിവൈസ് ചെയ്തു, എത്ര പ്രാക്ടീസ് ചെയ്തു, ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്. ഈ റിവിഷനും പ്രാക്ടീസും ഇല്ലെങ്കിൽ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയോ അറിയാം, പക്ഷെ എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ടെക് ഹബിൽ ആ ഒരു 1 മന്തിലെ പ്രാക്ടീസും മോക്ക് ടെസ്റ്റും
എല്ലാ ദിവസവും ഉണ്ടായിരുന്ന എക്സാംസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു എക്സാം ഹോളിൽ നല്ലോണം അറ്റൻഡ് ചെയ്യാനും പ്രീവിയസ് PCBIയിൽ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എനിക്ക് ഓവർകം ചെയ്തിട്ട് KWAക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മെക്കാനിക്കൽ കെമിക്കൽ ക്ലാസ്സസ് നമുക്ക് പക്കാ സിലബസ് ബേസ്ഡ് തന്നെയായിരുന്നു. മെക്കാനിക്കലിന്റെ ക്ലാസ്സസ് എടുത്തുകൊണ്ടിരുന്നത് ജാസിൻ സാറും പ്രിയ സാറും ആയിരുന്നു. അതുപോലെ കെമിക്കലിന്റെ ക്ലാസ്സസ് ജോ സാറും ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് ആ ഒരു അവരുടെ ക്ലാസ്സസ് കഴിയുമ്പോൾ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോഴത്തേക്കും അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, കെമിക്കലും മെക്കാനിക്കലും എക്സാമിന് വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഒരു പ്രശ്നം, സിവിൽ എഞ്ചിനീയർ ആണോ സിവിൽ സബ്ജക്ട്സ് അറിയാം, എന്നാൽ പോലും ഒരു ചെറിയ മാർക്സ് ആയിരുന്നു. 25 മാർക്സിന് ആയിരുന്നു സിലബസ് സിവിലിന്റെ. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും കവർ ചെയ്യണം. ആ ഒരു എല്ലാ സബ്ജക്ട്സ് പഠിക്കുകയും ചെയ്യണം. മാർക്സ് കുറവാണ്. ഒരു ചെറിയൊരു ടൈം പീരീഡേ ഉള്ളൂ. അതും ഒരു ചലഞ്ചിങ് തന്നെയായിരുന്നു. അത് ജീന മിസ്സും അമ്മ മിസ്സും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജീന മിസ്സിന്റെ നോട്ട്സ് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജീന മിസ്സിന്റെ ആ ഒരു PDF നോട്ട്സ് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഏതൊരു എക്സാമും ആ ഒരു മെറ്റീരിയൽസ് വെച്ച് മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള രീതിയിലായിരുന്നു നോട്ട്സ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സിവിലിലെ സബ്ജക്ട്സ് കുറച്ചുകൂടി നമുക്ക് PSCക്ക് എന്താണ് ചോദിക്കുന്നത് ഓൾറെഡി മാഡത്തിന് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്താണ് PSCക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ സിവിലിൽ നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റി. അതുപോലെ മെക്കാനിക്കലും കെമിക്കലും ഒരുപോലെ സ്കോർ ചെയ്യാൻ പറ്റി. ഞാൻ ഈ എക്സാമിന് വേണ്ടി പഠിച്ച രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ സമയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെയായിരുന്നു ക്ലാസ്സസ്. അപ്പോൾ ആ സമയത്ത് ഉള്ള പോർഷൻസ് മാക്സിമം വീട്ടിൽ ആ ഒരു ട്രാവലിംഗ് ടൈമൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. കുഞ്ഞുണ്ട് വീട്ടിൽ, അപ്പോൾ അതിനനുസരിച്ച് വേണം എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ കുഞ്ഞുറങ്ങിയതിന് ശേഷവും മറ്റും പഠിക്കുമായിരുന്നു. രാവിലെ എണീറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കും. പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് രാവിലെ പഠിക്കാൻ പറ്റും, ചിലർക്ക് രാത്രിയിലായിരിക്കും. സോ നമ്മൾ നമ്മളുടേതായ ടൈം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ഒരു ടൈമിൽ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കണം. ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം വരുന്നത് ഒരു 6 മാസത്തെ ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ 6 മാസം നമ്മൾ പഠിക്കുന്ന ഒരു സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മളൊന്ന് ഡൗൺ ആയി പോകും, ഒന്ന് ഡീമോട്ടിവേറ്റ് ആവും. നമ്മളെ കൊണ്ട് പറ്റുമോ, കെമിക്കൽ പഠിക്കണം, മെക്കാനിക്കൽ പഠിക്കണം, അത്ര ടൈം ഇല്ല, നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ഡീമോട്ടിവേറ്റ് ആവും. ആ ഒരു സമയത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വളരെയധികം ഒരു മോട്ടിവേഷൻ ഇടയ്ക്കിടയ്ക്ക് ജാസിൻ സാർ വന്നിട്ട് നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിക്കണം, അടുത്ത ഓണം സെലിബ്രേഷൻ നിങ്ങൾ വാട്ടർ അതോറിറ്റിയിലാണ് അടുത്ത അത്തപ്പൂക്കളം ഇടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്താൽ ഇനിയുള്ള ഫ്യൂച്ചർ നിങ്ങൾക്ക് സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ, നമ്മൾ ഡിമോട്ടിവേറ്റ് ആവരുത്, വീണ്ടും നല്ലോണം പഠിക്കണം. അതുപോലെ എക്സാംസ് നടത്തുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്ത് മാർക്ക് തരുന്ന സമയത്ത് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇമ്പോർട്ടൻസ് അവർ തരുന്നുണ്ട്. നെക്സ്റ്റ് എക്സാമിൽ ഇതിലും കൂടുതൽ മാർക്ക് നമുക്ക് മേടിക്കണം, കുറച്ചുകൂടി പഠിക്കണം എന്ന ഒരു ചിന്ത മനസ്സിൽ വരാറുണ്ടായിരുന്നു. പിന്നെ ജീന മിസ് ആണെങ്കിൽ എക്സാംസിന് ആ സമയത്ത് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ മിസ് ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എനിക്ക് ഇത്ര റാങ്ക് ഉണ്ട്, നിങ്ങളും ഇങ്ങനെ പഠിക്കണം, രാവിലെ 3 മണിക്ക് എണീക്കണം, 500 ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ചെയ്ത് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഓക്കെ 500 എങ്കിലും ഒരു 250 എങ്കിലും ഞങ്ങൾ ചെയ്യണം എന്നൊരു മോട്ടിവേഷൻ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വളരെ നല്ലതുപോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പുതിയൊരു ബാച്ച് ആയതുകൊണ്ട് തന്നെ, പുതിയൊരു ടെക് ഹബ് എന്ന് പറയുന്നത് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എഫേർട്സ് ഇട്ടിട്ടുണ്ട് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന്. അതെല്ലാം ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 സ്റ്റുഡൻസ് ഓൾറെഡി ലിസ്റ്റിലുണ്ട്. അതിലൊരു 10 സ്റ്റുഡൻസിന് മുകളിൽ ആൾക്കാർക്ക് ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു, അഡ്വൈസറിക്ക് ജോയിൻ ചെയ്തു. അതൊരു ടെക് ഹബ്, എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ടെക് ഹബിൽ ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലിസ്റ്റിൽ വന്നത്. എനിക്ക് അതിന് മുന്നേ ഒരു പ്രോപ്പർ കോച്ചിങ്, ഒരു ഓഫ്ലൈൻ കോച്ചിങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കോച്ചിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രോപ്പർ കോച്ചിങ്ങിൽ പ്രോപ്പർ ഗൈഡ് ലൈൻസിൽ ഓരോ സ്റ്റുഡൻറ്റിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് എഫേർട്സ് ഇട്ടപ്പോൾ എനിക്ക് ആ റാങ്ക് ലിസ്റ്റിലോട്ട് വരാൻ പറ്റി, റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്താൻ പറ്റി, ജോയിൻ ചെയ്യാൻ പറ്റി. ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ടെക്നിക്കലി ക്ലാസ്സസ് ഇല്ലാതിരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരും, അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലും കമ്പൈൻ സ്റ്റഡി ആയിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തിരുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് എല്ലാവരും തന്നെ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ലിസ്റ്റിലുണ്ട്. ഈ വരുന്ന വർഷങ്ങളിൽ ടെക്നിക്കൽ PSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്,
ഫസ്റ്റ് ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് സിലബസ് ബേസ് ആയിട്ട് എന്താണോ PSCക്ക് ആവശ്യം അതിനുവേണ്ടി പഠിക്കുക. ഒരു കറക്റ്റ് എല്ലാ ദിവസവും കുറച്ച് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ എന്താണ് ആ ദിവസങ്ങളിൽ നിങ്ങൾ ക്ലാസ്സിൽ കേട്ടത് അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ റിവിഷനും പ്രാക്ടീസും, ഈ 2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ. ഒരു ടൈം പീരീഡിന്റെ സമയത്ത് നമുക്കൊരു ഡീമോട്ടിവേഷൻ വരാം, പക്ഷെ അങ്ങനെ ഡീമോട്ടിവേറ്റ് ആവാതെ ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എല്ലാവരും ഉറപ്പിച്ചു വെക്കുക. റിവിഷൻ, പ്രാക്ടീസ്, ഈ 2 കാര്യങ്ങൾ എന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാൻ പറ്റും. എല്ലാവരുടെയും സ്വപ്ന ജോലിയായിട്ടുള്ള ടെക്നിക്കൽ PSCയിൽ ജോയിൻ ചെയ്യാൻ.